ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും ഒരു കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ യാത്രയാണ് കേട്ടോ. നമ്മൾ ഈസ്റ്ററും പിന്നെ ഗുഡ് ഫ്രൈഡേയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ മലയാറ്റൂർ പള്ളിയിലേക്കുള്ള ഒരു ചെറിയൊരു യാത്രയാണ് കേട്ടോ. ഏകദേശം നമുക്ക് പാലക്കാട് നിന്ന് ഒരു 124 കിലോമീറ്റർ ഉണ്ട് നമുക്ക് മലയാറ്റൂരിലേക്ക്. അപ്പോൾ അവിടുത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് മലയാറ്റൂരിലേക്ക് പോകട്ടെ. നമ്മൾ കൃത്യം രാവിലെ 6:30 തന്നെ മലയാറ്റൂരിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. പാലക്കാട് നിന്ന് ഏകദേശം 130 കിലോമീറ്ററാണ് മലയാറ്റൂരിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടുത്തെ വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഈസ്റ്ററിൻ്റെ ആ സമയത്താണ് കേട്ടോ. ഏകദേശം ഏപ്രിൽ 13-ാം തീയതി മുതൽ ഏപ്രിൽ 23-ാം തീയതി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് കൂടുതൽ വിശ്വാസികൾ ഈ മലയാറ്റൂരിലേക്ക് മല കയറാനായിട്ട് വരുന്നത്. കേരളത്തിൽ തന്നെ ക്രൈസ്തവ വിഭാഗത്തിലെ ഏറ്റവും ഫേമസ് ആയ ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ മലയാറ്റൂരിലെ പള്ളി. ഇതുപോലുള്ള കുരിശുമലകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്നത് ഈ മലയാറ്റൂർ പള്ളിയിലേക്ക് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുമ്പാവൂരിലേക്കും കാലടിയിലേക്കും അങ്കമാലിയിലേക്കൊക്കെ ബസ്സുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ നമുക്ക് നടന്ന് മുകളിലേക്ക് കയറണം കേട്ടോ. ഒരുപാട് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ശരിക്കും ഇവിടെ മെയിൻ സീസൺ എന്നൊക്കെ പറയുന്നത് ഈ ഈസ്റ്റർ ഈ സമയത്തൊക്കെയാണ് കേട്ടോ. പെസഹ, വ്യാഴം, ഗുഡ് ഫ്രൈഡേ ആ സമയത്തൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കൂടുതൽ വിശ്വാസികൾ വരുന്നത്. നമ്മൾ അടിവാരത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 2 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് കേട്ടോ ഇവിടുത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ ഏപ്രിൽ 13-ാം തീയതി മുതൽ തുടങ്ങി ഏപ്രിൽ 22-ാം തീയതി വരെയാണ് ഇവിടുത്തെ വിശേഷ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈസ്റ്ററിനോടനുബന്ധിച്ച് സൺഡേ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. സൺഡേ ആയിട്ടും വലിയ തിരക്കൊന്നും ഇവിടെ താഴെ കാണാനില്ല. ഇനി മുകളിലുണ്ടോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. നമ്മൾ അടിവാരത്ത് നിന്ന് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ അടിവാരത്ത് തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ. അവിടെ കയറി നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷം വേണം അങ്ങോട്ട് കയറാമെന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ പേരും ചിലർക്കൊന്നും അറിയത്തില്ല, അവർ ഡയറക്റ്റായിട്ട് കയറി പോവുക ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കുറച്ച് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും കത്തിച്ചിട്ട് പോകാം നമുക്ക് ഇവിടെ നിന്ന്. ഇതാണ് കേട്ടോ. കേരള വനം വകുപ്പിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. 10 കിണറിന് തുല്യ ഒരു കുളം, 10 കുളത്തിന് തുല്യ ഒരു തടാകം, 10 തടാകത്തിന് തുല്യ ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യ ഒരു വൃക്ഷം. നോക്കി, അടിവാരത്ത് നിന്ന് മലയുടെ മുകളിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മൊത്തം പാറക്കെട്ടുകളാണ് കേട്ടോ. ഇങ്ങനെയുള്ള പാറക്കെട്ടുകൾ കയറി വേണം നമുക്ക് മുകളിലെത്താനായിട്ട്. ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് ഈ സ്ഥലത്തിന് മലയാറ്റൂർ എന്നുള്ള പേര് വരാനുള്ള കാരണം മലയും ആറും കൂടി ചേർന്ന ഒരു പ്രദേശമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത് മലയാറ്റൂർ എന്നുള്ള പേര് വന്നത്. ഇത് തമിഴ് വാക്കിൽ നിന്നാണ് കേട്ടോ മലയാറ്റൂർ എന്നുള്ള പേരൊക്കെ ശരിക്കും ഉണ്ടായത് തന്നെ. ഇത് പക്ക ഫോറസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ ടൈമിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇവിടെ അനുമതി ഉണ്ടാവുക. അല്ലെന്ന് പറഞ്ഞാൽ വല്ല പെർമിഷനൊക്കെ വേണ്ടായിരിക്കും നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട്. ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ എത്തുന്നത് ഈ ഒരു സീസൺ ടൈമിലാണ് കേട്ടോ വരാറുള്ളത് കൂടുതലും. ഗൈസ്, നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ ഒരു 500 മീറ്റർ നടന്നു വന്നിട്ടുള്ളൂ കേട്ടോ. നോക്കിയേ, ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. നോക്കി, അപ്പോഴേക്കും നല്ല ടയർഡായിട്ടോ. നല്ല വെയിൽ കുറവാണ് ഇവിടെ ഈ ഭാഗത്ത്, മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര വേർത്ത് കുളിച്ച് ആകെ കുളമായ അവസ്ഥയിലാണ്. നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു യാത്രകളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റട്ടെ നമ്മുടെ ആരോഗ്യം എന്ത് അവസ്ഥയിലാണ് കിടക്കണം എന്നുള്ളത്. ഞാനൊക്കെ നോക്ക് ഫുൾ ടയർഡായി. ഏകദേശം 1 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ഫുൾ ടയർഡായി. ഓക്കെ, ഇനിയും ഫുള്ളെല്ലാം ഇങ്ങനെയുള്ള കല്ല് കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ. നമ്മൾ കയറുന്ന വഴിക്ക് തന്നെ ഒരു നേർച്ചയുടെ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ പേര് തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ വാങ്ങിയ മെഴുകുതിരി മൊത്തം അവിടെ തന്നെ കത്തിച്ചിട്ട് വന്നു. ആക്ച്വലി ഇങ്ങനെ കുറച്ച് കത്തിച്ച് വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട്. നമുക്കറിയില്ലല്ലോ ഗൈസ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലം, നേർച്ച സ്ഥലം എന്താണെന്ന് അതിന് പറയുന്നത്. അവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇനി ഏകദേശം ഇതേപോലെ നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ 14 എണ്ണം ഉണ്ട്. അത് 14ാമത്തെ എണ്ണമാണ് എൻ്റെ. അതാണ് ഇവിടെ താഴെ ഒരാളത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ശരിക്കും 2 എണ്ണമൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ ഇതാണ് അവസ്ഥ കേട്ടോ. വേർത്ത് കുടിച്ച് കിതച്ചതായി ഒരവസ്ഥയായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 130 കിലോന് മുകളിൽ ഭാരമുള്ള കുരിശും തൂക്കിയിട്ടാണ്
യേശു ക്രിസ്തു ആ മുൾക്കിരീടവും വെച്ച് മലയുടെ മുകളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 2-3 ദിവസം മുമ്പ് നമ്മുടെ പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്ത് നിന്ന് കുറച്ച് പേര് കുരിശുമായിട്ടൊക്കെ വരുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഏകദേശം 120 കിലോമീറ്ററുള്ള കുരിശും കൊണ്ട് വന്ന് ഇതിന് മലയുടെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ സമ്മതിക്കേണ്ട അവരുടെ ആരോഗ്യത്തെ. നമ്മളെ കൊണ്ട് നേരെ കയറാൻ പറ്റുന്നില്ല. എത്താറായി തോന്നുട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ മസ്റ്റായിട്ട് ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ വെച്ചിട്ട് വരണുണ്ടോ. നമ്മൾ ഓൾമോസ്റ്റ് കയറി വന്നു. ഇനി ഫുൾ സ്റ്റെപ്പാണ്. ഇനി ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ കയറി വന്ന് പാതി എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരു ഷോപ്പുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ 14ാമത്തെ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലത്തെത്തിയിട്ടാണ്. ഇവിടെ നിന്ന് തന്നെ ഒരുപാട് പേര് കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. കുരിശും ഈ തോർത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു മഞ്ഞ തോർത്തൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കുരിശൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം എത്താറായിട്ടാണ് മുകളിലേക്ക്. നമ്മൾ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ 2 പള്ളികളാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് മാർത്തോമ മണ്ഡപം കാണാൻ പറ്റും. പിന്നെ ഇവിടെ 2 പള്ളികളാണുള്ളത്. ഒന്ന് ആനകുത്തിപ്പള്ളി എന്നും പിന്നെ ഒരു സാധാ കുർബാനയൊക്കെ നടക്കുന്ന ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഇവിടെ ആനകുത്തിപ്പള്ളി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ അന്വേഷിച്ച സമയത്ത് അറിഞ്ഞത് ഇവിടെ മെയിനായിട്ട് ഈസ്റ്ററിൻ്റെ സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ക്ലോസ് ആണ് ഇവിടെ കേട്ടോ. നോക്കി, ഫോറസ്റ്റ് ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും ബോട്ടിലൊന്നും അലൗഡ് ചെയ്യാനേ പാടത്തില്ല. ഇത് നോക്കി എത്ര ബോട്ടിലാണ് സൈഡിൽ ഫോറസ്റ്റിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. നോക്ക്, വെറുതെ അല്ല ആന വന്നു എന്നൊക്കെ പറയുന്നത്. ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഇത് ആനകുത്തിപ്പള്ളി എന്നുള്ള പേര് വരാനുള്ള കാരണം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവാൻ പറ്റും നമുക്ക്. ഇതാണ് ആനകുത്തി എന്ന് പറയപ്പെടുന്ന ആ ഭാഗം കേട്ടോ. ഓക്കെ, അവർ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുകയാണ് ആ ഭാഗത്ത്. ഇവിടെ നിന്ന് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. നോക്കി, പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള മേഖലയാണ് ഈ ഭാഗം. നോക്കി, എന്ത് അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. നോക്കി, ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ. ഓക്കെ, കുറച്ച് ബാരിക്കേറ്റ് ഇട്ടിട്ടുണ്ട് ആ ഭാഗത്തു നിന്നുള്ള വ്യൂ. നോക്കി, ഫുള്ള് മലനിരകളാണ്, ചുറ്റും മലനിരകളാണ്. നമ്മൾ ഏറ്റവും നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് താഴേക്ക്. നമുക്കിത് ഇവിടെ നിന്നുള്ള വ്യൂസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോക്കി ആ ഭാഗത്തൊക്കെ അടിപൊളി വ്യൂ കേട്ടോ. അവിടെ നിന്ന് ആനകുത്തിപ്പള്ളിയോട് ചേർന്ന് തന്നെ നമുക്കൊരു കിണർ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് തോമാസ്ലീഹ ഈ മലയിലേക്ക് വന്നെന്നും അവിടെ ധ്യാനിച്ച സമയത്ത് അദ്ദേഹത്തിന് വെള്ളം ദാഹിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ട് പാറയിലേക്ക് കുത്തിയത് നിൽക്കാതെ അവിടെ നിന്ന് വെള്ളം വന്നു എന്നൊക്കെയാണ് വിശ്വാസം. പക്ഷേ ഇപ്പം നമുക്കതിൽ വെള്ളം കാണാൻ സാധിക്കുന്നില്ല, വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും. ഇത് ഈ പള്ളിയോട് ചേർന്ന് തന്നെ തോമാസ്ലീഹൻ്റെ കാൽപാദം പതിഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന് മുകളിൽ നെയിമും കാര്യങ്ങളും എഴുതല്ലെന്ന് പറഞ്ഞിട്ട്. ആൾക്കാർ അത് തന്നെ ചെയ്തിട്ടുള്ളൂ. ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് മെയിനായിട്ട് രാവിലെ നേരത്തെ വരുന്നതാണ് ഏറ്റവും നല്ലത് പറയുന്നത്. ചൂട് കൂടും തോറും ഇല്ലേ, ഈ ഒരു രാവിലെ 10 മണി 11 മണിയൊക്കെ ആകുന്ന തോന്നുന്നത് ചൂട് കൂടും. ആ സമയത്ത് നമുക്ക് കയറുന്ന സമയത്ത് ഭയങ്കര ടയർഡാവും. ഒരു 8 മണിക്കുള്ളിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. അധികം ചൂടുണ്ടാകത്തില്ല ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്കൊക്കെ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു നാരങ്ങ സോഡ കുടിച്ചാലാണ് ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നേരെ പോയി ഒരു നാരങ്ങ സോഡ കുടിക്കണം. നമ്മൾ മലയാറ്റൂർ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മളിനി പോകുന്നത് നമ്മൾ കോടനാട് എലിഫൻറ്റ് ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മൾ ഇതിപ്പോൾ കാണുന്നത് നമ്മൾ പെരിയാറിൻ്റെ തീരമാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഇതെവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതും മലയാറ്റൂർ പള്ളിയോട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. അവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് ആ ഭാഗത്ത്.